ആഫ്റ്റർ വെരി ലോങ് ടൈം നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, നമ്മുടെ അംബാനിജിയുടെ വീടുണ്ടല്ലോ 15,000 കോടി മുതൽ 17,000 കോടി വരെ ആയി. പുള്ളിക്കാണ് സ്വന്തമായിട്ട് ഒരു ഐമാക്സ് തിയേറ്റർ തന്നെ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ എൻറ്റിലിയുടെ അർത്ഥം എന്തുവാണെന്ന്? അതേപോലെ തന്നെ ഈ എൻറ്റിയിലേക്കകത്ത് 160 കാറുകളാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓൾസോ അംബാനിയുടെ വീട്ടിലാണെങ്കിൽ AC ഇല്ല. അതേപോലെ തന്നെ ആ ബിൽഡിങ്ങിനകത്ത് വലിയൊരു W ഉണ്ട്. ആ Wയുടെ താഴത്ത് എന്ത് ട്രഷറാണ് ഇരിക്കണം അറിയാവോ? ഈ ഫുൾ ഡേറ്റ ഉണ്ടല്ലോ, അത് ആർട്ടിക്കിൾസിൽ നിന്നും അതല്ല ഇന്റർനെറ്റിൽ നിന്നുമാണ് നമ്മൾ ഒപ്പിച്ചത്. അല്ലാണ്ട് നമ്മൾ അംബാനിയുടെ വീട്ടിലൊന്നും പോയിട്ടില്ല ഗൈസ്. അവർ കേട്ടതുമില്ല ഗൈസ്. ഓൾസോ അവരാണെങ്കിൽ ഓവറായിട്ട് ഷെയർ ചെയ്തില്ല. അവർ യൂസ് ചെയ്യണ ഫാൻ ഏതാണ്, അതുപോലെ തന്നെ ഏത് കമ്പനിയാണ്, ഈവൻ വീട്ടിൽ നടക്കുന്ന കാര്യം പോലും പുറത്തു പോകത്തില്ലെന്ന്. എന്നാലും ഗൈസ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഡിഗ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗൈസ് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഓട്ടോ അഡ്ജസ്റ്റിംഗ് ക്ലൈമറ്റ് കൺട്രോൾ. ഇപ്പൊ ഗൈസ് എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പണ്ടാണെങ്കിൽ വീട്ടിലൊരു കൂളർ ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ വെള്ളം നിറക്കണം. അത് കഴിയുമ്പോൾ കുറച്ച് മുമ്പ് തണുത്ത കാറ്റൊക്കെ വരും. പിന്നെ ഫാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ ഇടും. അതുപോലെ തന്നെ AC ആണെങ്കിൽ 21 ഇടും. അപ്പൊ ഇത്തിരി ചിൽഡ് ആയിട്ട് ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ ആയിരിക്കും അമ്മയുടെ വീട്ടിലും. എൻറ്റിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു AC ഇല്ല ഗൈസ്. എൻറ്റിലിയാണെങ്കിൽ സെൻട്രലൈസ്ഡ് ഓട്ടോ അഡ്ജസ്റ്റിംഗ് ക്ലൈമറ്റ് കൺട്രോൾ പോലത്തെ അഡ്വാൻസ് HVAC ഫീച്ചേഴ്സ് ആണ് ഉള്ളത് ഗൈസ്. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. ഇത് കൂടാണ്ട് ഗൈസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ ക്വാളിറ്റി ഇത് മൂന്നും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കംഫർട്ടും എനർജി എഫിഷ്യൻസിയും അടിപൊളിയാണ്. ഇവർ ഗൈസ് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല റൂമിൽ പല പല AC വെക്കുന്നതിന് പകരം വലിയൊരു സെൻട്രൽ പ്ലാന്റ് തന്നെ പണിയും. അതിന് കൂടെ എന്താണെന്ന് വെച്ചാൽ ഫുൾ ബിൽഡിംഗിന്റെ ടെമ്പറേച്ചർ ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും. ഇത് ചില്ലേഴ്സും ബോയിലേഴ്സും യൂസ് ചെയ്തിട്ട് എല്ലാ ഫ്ലോറിലോട്ടും എയർ എത്തിക്കും. ആൻഡ് ഗൈസ് ഇതിന്റെ അകത്തൊരു സാധനമുണ്ട്, ദാറ്റ് ഈസ് BMS, ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിന്റെ മെയിൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗിലെ പല പല സെൻസേഴ്സുമായിട്ട് ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കും. ഇത് റൂമിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതുപോലെ തന്നെ പുറത്തെ ടെമ്പറേച്ചർ എന്തുവാണെന്ന് ഡിറ്റക്ട് ചെയ്യും. ഇതെല്ലാം വെച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കൂളിംഗ് കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും. ഇതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും കുറെ ലാഭിക്കാൻ പറ്റും. ഗൈസ് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്റെ ചാനലിന്റെ പേര് സഞ്ജു ടെക്കി എന്ന് തന്നെ ഞാൻ എന്തുകൊണ്ടായിട്ടെന്ന്? സത്യം പറഞ്ഞാൽ ഞാൻ അപ്പൊ വിചാരിച്ചു ഞാൻ ടെക് കൊണ്ട് നടക്കും, ടെക് വീഡിയോസ് ഇട്ട് ഞാൻ കത്തിക്കും, അടിപൊളി കൂൾ നെയിം അല്ലേ. പിന്നീടാണ് ഗൈസ് എൻ്റെ കണ്ടന്റിന്റെ ദിശകളൊക്കെ അങ്ങോട്ട് മാറിപ്പോയത്. ചില ദിവസം ടെക് ഇടും, ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ഇടും, ചിലപ്പോൾ കുക്കിംഗ് ഇടും, എല്ലാ സാധനം ചവറ് പോലെ വലിച്ചിടുന്ന ചാനലായി മാറി ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്നെ പോലെ തന്നെ ചുമ്മാ ഒരു പേരായിരിക്കും അംബാനി കിട്ടത്, ദാറ്റ് ഈസ് എൻറ്റിലി എന്ന്. അറ്റ്ലാന്റിക് ഓഷ്യന്റെ 15th സെഞ്ചുറിയിലുള്ള ഒരു പഴയ മാപ്പ് ഉണ്ടല്ലോ, അതിനകത്താണ് ഗൈസ് മിത്തിക്കൽ ഐലൻഡ് ആയ എൻറ്റിലി ഉള്ളത്. ശരിക്കും ഗൈസ് അംബാനിയുടെ വീട് ഐലൻഡ് പോലെ തന്നെ ഭയങ്കര മിസ്റ്ററി ആണ് കേട്ടോ. പുറത്ത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ആർക്കെങ്കിലും അറിയാവാ? നോ വേ. ലക്ഷറി ആയിക്കോട്ടെ, എക്സ്ക്ലൂസിവിറ്റി ആയിക്കോട്ടെ, ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ, എന്തുകൊണ്ട് ഗൈസ് ആ പേര് മൊത്തത്തിൽ ഒരു വൈബ് വരുന്നുണ്ട് കേട്ടാ. എന്റെ വീട്ടുപേരൊക്കെ കേൾക്കണം ഗൈസ്. തകിടി വെളിയിൽ, അതും വെളിയിൽ എന്നൊക്കെ. തകിടിയോ അതെന്തുവാ? അതും വെളിയിൽ. ഓ വാട്ട് ദ ഫിഷ്. അടുത്ത ഗൈസ് എർത്തിക്വിക്ക് റെസിസ്റ്റൻസിനെ പറ്റി പറയാം. ദാറ്റ് ഈസ് ഭൂമികുലുക്കം തടയൽ. ഗൈസ് എൻറ്റിലിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു W ഷേപ്പ് ബീം വെച്ചിട്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സിമിലർ ആയിട്ട് പറയുകയാണെങ്കിൽ എർത്തിക്വിക്കിന്റെ ഫോഴ്സ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങ് അബ്സോർബ് ചെയ്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളയും. ഗൈസ് നോർമൽ ബീം ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. പക്ഷേ ഈ W ഷേപ്പ് ബീം ഉണ്ടല്ലോ ഇത് എർത്തിക്വിക്കിന്റെ സമയത്തില്ലേ ഇതങ്ങ് കടന്ന് ഫ്ലെക്സ് ആവും. അതുപോലെ തന്നെ ഈ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ അത് അബ്സോർബ് ചെയ്യും. ഫ്രെയിംസിലാണെങ്കിൽ ഫ്ലെക്സിബിൾ ജോയിന്റ്സ് അതുപോലെ ഡാമിംഗ് സിസ്റ്റം. ഇത് കൊലാപ്സ് ആകുന്നതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ രക്ഷിക്കുന്നതാണ് ഗൈസ്. എൻറ്റിലിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 173 മീറ്റർ എന്ന് പറഞ്ഞാൽ 568 ഫീറ്റ് അറൗണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ 8.0 റിക്ടർ സ്കെയിലിലെ എർത്തിക്വിക്ക് ഉണ്ടല്ലോ അതിന് ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഗൈസ്. എൻറ്റിലിയിൽ 27 ഫ്ലോർസ് ആണ് ഉള്ളത്. പക്ഷേ ഗൈസ് എല്ലാ ഫ്ലോറും ഡിഫറെന്റ് ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 60 സ്റ്റോറി ബിൽഡിംഗ് ഇല്ലേ അത്ര തന്നെ ഉണ്ട് ഗൈസ്. ഇവരുടെ ആർക്കിടെക്റ്റും ഡിസൈനും ഉണ്ടല്ലോ ഗൈസ് ഒരു രക്ഷയില്ല, വൻ വിഷയമാണ്. രണ്ട് മേജർ ആർക്കിടെക്ചർ ഫേംസ് ഒരുമിച്ചിട്ടാണ് ഗൈസ് എൻറ്റിലിയുടെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത്. ഒന്നെന്ന് പറഞ്ഞാൽ പെർക്കിൻസ് ആൻഡ് വിൽ, ഇത് ചിക്കാഗോ ബേസ്ഡ് ആണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ HBA, ദാറ്റ് ഈസ് ലോസ് ആഞ്ചലസ് ബേസ്ഡ് ആണ്. ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ ആർക്കിടെക്ചർ ആൻഡ് വിഷ്വൽ ഡിസൈനിനെ ബേസ് ചെയ്തിട്ടാണ്. ലോട്ടസ് ആൻഡ് സൺ ഡിസൈൻ ബിൽഡിംഗിന്റെ ഇന്റീരിയേഴ്സ് ആയ ക്രിസ്റ്റൽ, മാർബിൾസ് അവിടെ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗിന്റെ വൈബ് അടിപൊളിയാകാൻ വേണ്ടിയിട്ട് വാസ്തുശാസ്ത്രം എല്ലാം നോക്കിയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഓറ ആയിരിക്കും ഗൈസ് കിട്ടുന്നത്. അടുത്തിട്ട് ഗൈസ് റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് അമ്യൂണിറ്റീസ്. ഗൈസ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഇത്രയും വലിയ ബിൽഡിംഗില് ആകെ മുകളിലെ ഏറ്റവും ടോപ്പ് 6 ഫ്ലോർസിൽ മാത്രമേ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും അംബാനി ഫാമിലിക്ക് മാത്രം. സോ ദാറ്റ് നാച്ചുറൽ ആയിട്ടുള്ള സൺലൈറ്റ്, സീ വ്യൂ, വെള്ളം, എയർ എല്ലാം അടിപൊളിയായിട്ട് കിട്ടുവാണ്. പിന്നെ ഗൈസ് അംബാനിയുടെ വീട്ടിലാണെങ്കിൽ വലിയൊരു അമ്പലം തന്നെ ഉണ്ട്. പിന്നെ ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട്, ഗസ്റ്റ് റൂംസ് ഉണ്ട്, ഹെലിപാഡ്സ് ഉണ്ട്. ഓൾസോ ഗൈസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ട്രാഫിക് കൺട്രോളും ഉണ്ട്. വൗ മാൻ, ഇതൊക്കെയാണ് അളിയ ലൈഫ്. ഇത് കൂടാണ്ട് ഒരു സലൂൺ ഉണ്ട്, ഐസ്ക്രീം പാർലർ ഉണ്ട്. പിന്നെ ഗൈസ് സ്പെഷ്യലി ഒരു സ്നോ റൂം ഉണ്ട്. മുംബൈയിലൊക്കെ ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ അവിടുത്തെ ആ റൂമിനകത്ത് മാത്രം ഐസൊക്കെ ഇങ്ങനെ മഞ്ഞ് അവിടെ വീഴും. നമ്മുടെയൊക്കെ വീട്ടിൽ ചൂട് കൂടിയ നമ്മൾ ഫ്രിഡ്ജിനകത്താണ് തലയിടുന്നത്. ഓ ഇവർക്ക് ഡെഡിക്കേറ്റഡ് റൂമേ. നമ്മുടെ വീട്ടിൽ കാറും ബൈക്കൊക്കെ
ഒന്നെങ്കിൽ ഗേറ്റിന്റെ അകത്ത് വെക്കും, അല്ലെങ്കിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും വെക്കും. പക്ഷേ ഗൈസ് മുംബൈയിലെ സിറ്റുവേഷൻ അറിയാമല്ലോ, നമുക്ക് അവിടെ ഒന്നും വെക്കാനേ പറ്റത്തില്ല. ഇന്ത്യയിലാണെങ്കിൽ അംബാനിയുടെ ലക്ഷറി കാർസിന് വേണ്ടിയിട്ട് 6 ഫ്ലോർസ് ആണുള്ളത്. അതിനകത്താണെങ്കിൽ 168 കാറുകൾ പാർക്ക് ചെയ്യുക. മെർസിഡീസ് ബെൻസ്, മേബാക്ക്, അതുപോലെ തന്നെ ഫെറാറി, ടെസ്ല, റോൾസ് റോയ്സ് എല്ലാ പ്രീമിയം കാർസും ഉണ്ട് ഗൈസ് ആ ഒരു വീട്ടിൽ. ഇത് കൂടാണ്ട് 7th ഫ്ലോറിലാണെങ്കിൽ കാറിന്റെ ഒരു മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഒരു സർവീസ് സ്റ്റേഷൻ തന്നെ ഉണ്ട്. പിന്നെ ഗൈസ് വേറൊരു സീക്രട്ട് ഉണ്ട്. ഇത് ആക്ച്വലി അവരെന്നോട് പറഞ്ഞല്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചാണ്. എന്നാലും ഞാൻ നിങ്ങളോട് പറയാം. വേറെ വാച്ച് കളക്ഷനോട് ഭയങ്കര പ്രാന്താണ് ആനന്ദ് അംബാനിക്ക്. പുള്ളിക്കാരുടെ വാച്ച് കണ്ടിട്ട് മാർക്ക് സക്കർബർഗിന്റെ വരെ കിളി പോയി. എന്റെ ആളി എന്റെ വാച്ചാണ് അവന്റെ കയ്യിൽ കിടന്നത്. പക്ഷെ ഗൈസ് അവർക്കില്ലാത്തൊരു സാധനം എനിക്കുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ആ സാധനം. എങ്ങനെയുണ്ട്? ഓ എന്റെ ബിൽഡിംഗ് ആണ് ഗൈസ്. 8 റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് അംബാനിക്കില്ലെന്ന് പറഞ്ഞാൽ സത്യമായിട്ട് പറഞ്ഞ കേട്ടോ. കാരണം പുള്ളിക്കാരന് വലിയ വലിയ ബിൽഡിങ്സ് ആണ്. നമ്മുടെ അത്ര വലിയ ബിൽഡിംഗ് ഒന്നും അല്ല, ചെറിയ ബിൽഡിംഗ് ആണ്. അപ്പൊ പുള്ളിക്കാരന് ഒരിക്കലും ചെറിയ ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഗൈസ് 8 റൂംസ് ഉള്ള ബിൽഡിംഗ് ആണ്. ആലപ്പുഴ നിങ്ങൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ കൃപാസനത്തിന്റെ അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അടിപൊളി റൂമാണ്, നല്ല ക്ലീൻ ആണ്. വൈഫ് ഉണ്ട്, AC ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. ഇത് കൂടാണ്ട് ഇവർക്ക് ഹൈ സെക്യൂരിറ്റി ആണ് ഗൈസ്. ഓഫ് കോഴ്സ് CCTV ഉണ്ട്, ആക്സസ് കൺട്രോൾ ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സ് ആണെങ്കിൽ 24 മണിക്കൂറും പുറത്ത് തന്നെ ഉണ്ട്. മുകേഷ് അംബാനിക്ക് അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ഫാമിലിക്കും Z+11 സെക്യൂരിറ്റി ആണ് ഉള്ളത് ഗൈസ്. അവരുടെ ബിൽഡിങ്ങിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതാണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന്. വെടിവെച്ചാൽ പോലും ഒരു ഉണ്ട പോലും കയറത്തില്ല. ഇത് കൂടാണ്ട് ബ്ലാസ്റ്റ് റെസിസ്റ്റന്റും ആണ്. ഇപ്പൊ അടുത്തുള്ള ഒരു കാർ പൊട്ടിത്തെറിച്ചാൽ പോലും ഒരു സീനും വരത്തില്ല അവരുടെ ബിൽഡിങ്ങിന്. എനിക്കുണ്ട് ഗൈസ് ഗ്ലാസ്, ഒരു കല്ലെറിഞ്ഞാൽ മതി പൊട്ടിപ്പോ. പിന്നെ ഗൈസ് അവരുടെ ഗ്ലാസ്സിനാണെങ്കിൽ UV പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പുറത്ത് എത്ര ഒച്ച ഉണ്ടെങ്കിലും അകത്ത് ഒന്നും കേൾക്കത്തില്ല. പിന്നെ ഓട്ടോമാറ്റിക് മോണിറ്ററിംഗ് 24/7, CCTV ആയിക്കോട്ടെ, ഫിംഗർ പ്രിന്റ് സെൻസർ, RFID കാർഡ് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം വെച്ചിട്ടാണ് ഗൈസ് നമ്മുടെ ബിൽഡിങ്ങിനെ സ്ട്രിക്ട്ലി മോണിറ്ററും കൺട്രോളും ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ എൻട്രി പോയിന്റ്സിലും ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ഫിംഗർ പ്രിന്റ് വെക്കണം, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നോക്കണം ഗൈസ്. എന്ന് പറയുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ എല്ലാ സ്ഥലത്തും കയറി പോകാൻ പറ്റത്തില്ല. പിന്നെ ഗൈസ് നിങ്ങൾ ദുരന്തർ സിനിമ കണ്ടായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ തിയേറ്ററിൽ പോയാണ് കണ്ടത്. പക്ഷെ അംബാനി ഫാമിലി ഉണ്ടല്ലോ, അവർ വേറെ ലെവലാണ് ഗൈസ്. കാരണം ദുരന്തർ പടം തന്നെ അവരെ ഉണ്ടാക്കിയിരിക്കണം. ദാറ്റ് ഈസ് ജിയോ സ്റ്റുഡിയോസ്. ഓ വീട്ടിലിരുന്നല്ല അഭിനയിപ്പിച്ചത്. എന്തായാലും ഗൈസ് അവരാണ് ഉണ്ടാക്കിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, അംബാനിയൊക്കെ ഏത് തിയേറ്ററിൽ പോയായിരിക്കും സിനിമ കാണുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ അവർ സിനിമ കാണാൻ തിയേറ്ററിൽ പോകത്തേയില്ല ഗൈസ്. കാരണം അവരുടെ വീട്ടിൽ തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, ഒരു പ്രൈവറ്റ് മൂവി തിയേറ്റർ ആണ് ഗൈസ് അവരുടെ വീട്ടിലുള്ളത്. കുറഞ്ഞത് 50 പേർക്കെങ്കിലും അവിടെ ഇരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ഗ്രേഡ് സിനിമ തിയേറ്റർ ആണ്. അതിനകത്ത് IMAX ഗ്രേഡ് പ്രൊജക്ഷൻ ആണ് ഉള്ളത്. ഇതിൽ 3D വരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള സറൗണ്ട് സിസ്റ്റം ആണ് അതിനകത്തുള്ളത്. അക്യൂസ്റ്റിക് വോൾസ് ഉണ്ട്, ഹൈ എൻഡിങ് സീറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്മേഴ്സീവ് സൗണ്ട് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നിങ്ങൾക്ക് അറിയാലോ ജിയോ സ്റ്റുഡിയോസ് ആണ് ദുരന്തർ സിനിമ ഉണ്ടാക്കിയ. അതുകൊണ്ട് തന്നെ ദുരന്തർ എന്തായാലും അവർ അവിടെ നിന്നായിരിക്കും കണ്ടിട്ടുള്ളത്. അവിടെ ആണെങ്കിൽ സറൗണ്ട് സിസ്റ്റം ഉണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും സൗണ്ട് വരുന്നത്. ഓ എന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അറിയാം. സിനിമ തിയേറ്ററുകളിൽ കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് അവരുടെ വീട്ടിൽ തന്നെ. എന്റെ ആളെ ജസ്റ്റ് ആ ലിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ താഴത്തോട്ട് വന്ന് സിനിമ കണ്ടാൽ മാത്രം മതി. ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറൌണ്ട് 1 to 2 ബില്യൺ ആയി. എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കറണ്ട് റേറ്റിൽ 10 തൊട്ട് 16,000 കോടി വരെ ആയി. ഇത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ എക്സ്പെൻസീവ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ 2006 മുതൽ 2010 വരെ, ദാറ്റ് ഈസ് ഒരു 4 വർഷം എടുത്തു കേട്ടോ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ. അതാണെങ്കിൽ അഡ്വാൻസ് എഞ്ചിനീയറിംഗും പ്രീമിയം മെറ്റീരിയൽസും ആണ് ഗൈസ് ഈ ബിൽഡിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഗൈസ് മോർ ദാൻ ഹൗസ് ഇതൊരു എക്സ്പീരിയൻസ് ആണെന്ന് വേണം പറയാൻ. കാരണം അവരുടെ വീട്ടിൽ വരുമ്പോഴേ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോ അവരുടെ ഗസ്റ്റ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഇന്റർനാഷണൽ ഹോസ്റ്റുകളായിക്കോട്ടെ, ശരിക്കും ഗൈസ് അതൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടാ. ഇനി ഗൈസ് എന്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഇങ്ങനെ പണക്കാർ കുറെ പൈസയൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ വിചാരിക്കും, എടാ എന്തിനാണ് ഈ പൈസയൊക്കെ ഇങ്ങനെ ചെലവാക്കുന്നത്, ഇത്ര പൈസയൊക്കെ എന്തിനാ അവർ പൊട്ടിക്കുന്നത്? ഗൈസ് നമ്മുടെയൊക്കെ ഒരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു നെറ്റ്വർത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വർഷത്തെ പൈസയുടെ 10 ടൈംസ് പൈസയാണ് നമ്മളൊരു വീഡിയോ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെലവാക്കുന്നത്. അംബാനി ഫാമിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരനൊക്കെ 99% പൈസ ഉണ്ടല്ലോ, അത് ഇന്ത്യയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും കുറെ സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ കുറെ ആൾക്കാർക്കൊക്കെ ജോബ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ 1% അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് പൈസ മാത്രമേ പുള്ളിക്കാരന്റെ വീടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റു ലക്ഷറിക്ക് വേണ്ടിയിട്ട് പുള്ളി യൂസ് ചെയ്തിട്ടുള്ളൂ. അവരുടെയൊക്കെ 1% എന്ന് പറഞ്ഞാൽ അത്രക്ക് വലുതാണ് കേസ്. അതുകൊണ്ട് അത്രയും ക്രേസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കേസ് മിക്ക ആൾക്കാരും അവരുടെ 99% വെൽത്ത് അവർ എന്തിനാ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം അത് ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ അംബാനി ഫാമിലി കാരണം എന്തോരം ഫാമിലിയെ രക്ഷപ്പെട്ടെന്ന് അറിയാം. അപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് റിച്ച് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം പല ഫാമിലീസും ഇമ്പ്രൂവ് ആവും, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ ശരിക്കും റിച്ച് ആകുന്നത്. സോ ഗൈസ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ട് നല്ല ലൈഫ് ജീവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളും വലിയ വീടുകളും കുറെ കാറുകളും ഒക്കെ വാങ്ങണം. അതുപോലെ തന്നെ വലിയ വലിയ ഹോം തിയേറ്റർ നിങ്ങൾ വെക്കണം ഗൈസ് വീട്ടിൽ. അതിന് നിങ്ങൾ സിനിമ കാണുമ്പോൾ എന്നെ കൂടെ വിളിക്കണം. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. Till then, boom.